പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിങ്കളാഴ്ച അല്ലേ, എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ പോകുന്നത്. ഒരു നാൾ നോക്കിയേ, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന ദിവസം നമുക്ക് വേണ്ടി പുരോഹിതൻ പറയും, ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്നൊക്കെ പറയത്തക്ക വിധത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും പ്രിയ സഹോദരങ്ങൾ, നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ, ലക്ഷ്യം കണ്ടുകൊണ്ട് മുന്നേറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ക്രിസ്തുവിൻ്റെ വികാരിയായിട്ടുള്ള ലയോ 14 പാപ്പയുടെ ഒരു കോട്ടാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. പാപ്പ പറയുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെക്കീനയിലും ന്യൂസുകളിലൊക്കെ ഉണ്ടായിരുന്നത്, സമാധാനം ദാനമായി സ്വീകരിക്കാത്തവർക്ക് സമാധാനദാതാക്കളാകാൻ കഴിയുകയില്ല. സമാധാനം അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കണ്ടിട്ടില്ലേ, പുരോഹിതൻ തിരിഞ്ഞു ദൈവജനത്തെ ആശീർവദിച്ചുകൊണ്ട് പറയും, സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുന്നതിന് അത് യേശു തന്നെയാണ് ആ സമാധാനം. അപ്പൊ യേശുവാകുന്ന സമാധാനം അത് ഒരു ഗിഫ്റ്റായിട്ട് സ്വീകരിക്കാത്ത ആർക്കും ഈ സമാധാനം കൊടുക്കാൻ പറ്റില്ല. അവർക്ക് വെറുതെ ലോകസമാധാനം എന്ന് പറയാൻ പറ്റും, സമാധാന ദിനമാണ്, ലോകസമാധാന ദിനമാണ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ സമാധാനം കൊടുക്കാൻ പറ്റണമെങ്കിൽ സമാധാനം ദാനമായി യേശുവിൽ നിന്ന് ഒരു വ്യക്തി സ്വീകരിക്കണം. അതാണ് ലയോ 14 മാർപ്പാപ്പ. അതുകൊണ്ടല്ലേ ഞാൻ ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ നമുക്കറിയാം യുദ്ധങ്ങളും കാര്യങ്ങളും, അതിനുവേണ്ടി വാക്കാൽ പറയുന്നതിനേക്കാൾ മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ പിതാവിനെ നമുക്ക് ഓർക്കാം, അഭിമന്യ പിതാക്കന്മാരെ നമുക്ക് ഓർക്കാം. ക്രിസ്തു പറഞ്ഞ ആ കാര്യങ്ങൾ ഇന്നും സഭയിൽ തുടർന്നുകൊണ്ടു പോകുന്നത് പരിശുദ്ധ പിതാവിലൂടെയും മെത്രാന്മാരിലൂടെയൊക്കെയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും അവരെ കുറ്റം പറയാറുണ്ട്. നമുക്കൊരു കുടുംബം കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശരിക്കും പെടാപാട് അല്ലേ, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്, ഒരു 2-3 പിള്ളേര്, ഇവരെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെ പ്രിയ സഹോദരങ്ങൾ, നമുക്ക് പിന്നെ എങ്ങനെയാണ് അവരെ വിമർശിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ പരിശുദ്ധ പിതാവിനെയും എത്രയോ ഭാരിച്ച ഉത്തരവാദിത്തമാണല്ലേ നമ്മുടെ മെത്രാന്മാരെ, വൈദികര്, സമർപ്പിതർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കോട്ട നമ്മൾ ഉള്ളിലിടണം. സമാധാനം ദാനമായി സ്വീകരിക്കാത്തവർക്ക് സമാധാനദാതാക്കളാകാൻ കഴിയുകയില്ല. ദൈവമേ, ഒരു കൃപ ഇവരിലേക്ക് കൊടുക്കണം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.